നമസ്കാരം. പീപ്പിൾ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമുക്കറിയാം എല്ലാവരും കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ജനത ആരോഗ്യമുള്ളവരുണ്ട്, ആരോഗ്യം ക്ഷയിച്ചവരുണ്ട്. പല ആൾക്കാരും പ്രത്യേകിച്ച് അവരുടെ ജീവിത അവസാനം അല്ലെങ്കിൽ വാർദ്ധക്യകാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായിക്കോട്ടെ ഇന്നത്തെ ചർച്ചാ വിഷയം ആരോഗ്യത്തിൻ്റെ കാണാപ്പുറങ്ങൾ. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പമുള്ളത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രശസ്തനായ സൈക്കോളജിസ്റ്റ് ഡോക്ടർ PM മാത്യു വെല്ലൂറാണ്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സുപരിചിതൻ കൂടിയാണ്. നമസ്കാരം സാർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ സാർ. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് സാർ, ഈ ആരോഗ്യത്തിൻ്റെ നിർവചനം എന്താണ് എന്നുള്ളതാണ്. ആരോഗ്യം എന്നുള്ള വാക്കുണ്ടല്ലോ, അതെ, അത് സാധാരണ സന്തോഷമെന്നോ ആനന്ദം എന്നൊക്കെ പറയുന്ന പോലെയല്ലേ. ആരോഗ്യം അതായത് രോഗം ഇല്ലാത്ത അവസ്ഥ. അതെ, രോഗമില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ രോഗമില്ലാത്ത അവസ്ഥ ആരോഗ്യമല്ല. ആരോഗ്യത്തിന് വേറെ ഒരുപാട് കാണാപ്പുറങ്ങളുണ്ട്. അതെ. അപ്പോൾ അതിനെ മാനസികമായിട്ടും സാമൂഹികമായിട്ടും ആത്മീയമായിട്ടും എല്ലാം തന്നെ പല മുഖങ്ങളുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ നമ്മളിപ്പോൾ സാധാരണഗതിക്ക് ചിലരെ കാണുന്നു, അവർക്ക് അവിടെ വേദനയുണ്ട്, ഇവിടെ വേദനയുണ്ട്, ശരീരത്തിൽ പ്രയാസമുണ്ട്, ക്യാൻസറുണ്ട്, ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, ഇങ്ങനെ പലതും പറഞ്ഞാൽ തീർന്നു, എൻ്റെ എല്ലാം ആകപ്പാടെ തീർന്നു എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കൊണ്ട് അങ്ങനത്തെ രോഗങ്ങളെ പറ്റി പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെ പറയുന്ന ആളുകൾ ഈ ഡോക്ടേഴ്സിൻ്റെ രീതി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് രണ്ട് പേരെ അറിയാം. അവർ പറയുന്നത് പുള്ളിക്കാരൻ്റെ നെഞ്ചിനകത്ത് ഈ പറയുന്ന പോലെ യാതൊരു സാധനവും ഇല്ല. അതുപോലെ തന്നെ ഇവിടെ വേറൊരുത്തരുണ്ട്, ക്രിയാറ്റിൻ എന്ന് പറയുന്ന ആ ഒരു ഇതിന് ലാബറട്ടറി ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ മരിക്കേണ്ടതാണ്, പക്ഷെ ഇതുവരെ മരിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള രീതിക്ക് ആളുകൾ മരിക്കാതിരിക്കുന്നു. ചില ആളുകൾ രോഗം മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം കൊണ്ട് രോഗം വന്നു കഴിഞ്ഞാലും തകർന്നടിഞ്ഞാലും ക്യാൻസർ ആയാലും ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും എന്തു വന്നു കഴിഞ്ഞാലും അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് ജീവിത വിജയത്തിലേക്ക് വന്നിട്ടുള്ള കുറേ ആളുകളെ എനിക്കറിയാം. അത്തരം ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെ അവരുടെ ആന്തരികമായ ആരോഗ്യം, സബ്ജക്റ്റീവ് ഹെൽത്ത് എന്നുള്ളതിനെ പറ്റിയാണ് നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. നമുക്ക് പ്രത്യേകിച്ചും നമ്മുടെ ഇത് സാറ് പറഞ്ഞ രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് കൊണ്ട് ജീവിതത്തിൽ വളരെയേറെ മുന്നേറാൻ സാധിച്ച അല്ലെങ്കിൽ ആ രോഗത്തെ തന്നെ ഒരു പക്ഷേ കീഴടക്കാൻ സാധിച്ചിട്ടുള്ള പല ആൾക്കാരും നമ്മുടെ പ്രത്യേകിച്ച് ഒരുപാട് പേര് ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെയുള്ള പല ആൾക്കാരെയും നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ സാർ. അതുപോലെ തന്നെ സാർ, ഈ പ്രത്യേകിച്ച് ഒരുപാട് അസുഖങ്ങളുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തന്നെ അറിയാം, ഒരു ഡോക്ടറെ ഞാൻ കഴിഞ്ഞ ദിവസം ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അതുകൊണ്ട് ഇനി എനിക്കൊരിക്കലും ഇതുപോലുള്ള പ്രോഗ്രാമിലോ അതുപോലുള്ള അല്ലാതെ ചർച്ചകളിലോ ഒന്നും യാത്ര ചെയ്യാനോ വരുവാനോ പങ്കെടുക്കുവാനോ ഒന്നും കഴിയില്ല എന്നറിയിച്ചു. അപ്പോൾ വളരെ വേദനയോടുകൂടിയാണ് ഞാനത് കേട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഈ രീതിയിലുള്ള മാനസികമായിട്ടുള്ള ആരോഗ്യം മുന്നോട്ട് നിർത്തിക്കൊണ്ട് എത്രത്തോളം അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളതിന് ജീവിച്ചിരിക്കുന്ന തെളിവാണ് ഞാൻ. അതെ സാർ. എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ നാട്ടുകാരുടെ ഇടയിൽ പറയും ചക്കക്കുരു പോലെ നടന്നത്. ചക്കക്കുരു നടക്കുമെന്ന് അറിയത്തില്ല. ഏതായാലും അങ്ങനെ വളരെ ഭംഗിയായിട്ട് നടന്നിരുന്ന എനിക്ക് ഇപ്പോഴും നടക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. അതെ സാർ. ഈ നടക്കാൻ പ്രയാസമുള്ള നമ്മുടെ കൂട്ടുകാരോട് എന്താ ആശനെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇച്ചിരി ദുർനടപ്പാണെന്നൊരു തമാശ ആയിട്ട് പറയും. അപ്പോൾ അവരെ തിരിച്ചിങ്ങോട്ട് അടിക്കും. അത് പണ്ടേ ഉള്ളതല്ലേ, ഇടയകേടുള്ള ആളോ എന്ന് പറഞ്ഞ് ഞങ്ങൾ രസിക്കും, ചിരിക്കും. അപ്പം എനിക്ക് നടക്കാനുള്ള പ്രയാസമുണ്ട് എന്നുള്ളത് ഞാൻ അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ശരീരത്തിന് മേളോട്ടുള്ള ഭാഗങ്ങൾ എൻ്റെ ഇൻ്റലിജൻസ് ഒരിക്കലും വർക്ക് ചെയ്യുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല. വർത്തമാനം പറയാം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം, ചികിത്സിക്കാം, ഇതൊക്കെ ചെയ്യാവുന്ന ഒരു കോമ്പൻസേറ്റ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോയിരിക്കുന്നു. സാർ, നമുക്ക് നമ്മുടെ പ്രൊഫസർ ആശ കെ വക്കം ഇപ്പോൾ നമ്മോടൊപ്പം ശരിക്കും മാഡം ചെമ്പഴന്തി കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറും അതുപോലെ തന്നെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും കൂടിയാണ്. ആശ മാം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം മാം. ഹലോ, നമസ്കാരം. മാമിന് ഒരുപാട് ബുദ്ധിമുട്ടുകളിലും മാഡത്തിൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു? നമ്മുടെ പ്രേക്ഷകരോട് മാഡത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? എനിക്ക് 10 വർഷത്തിന് മുമ്പാണ് ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വന്നത്. അതെ മാം.
അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ഇപ്പൊ സുഖമായിട്ടുണ്ട്, മുടിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഒരു 3 വർഷം കഴിഞ്ഞപ്പോ തന്നെ ഇവിടെയൊക്കെ കോളനിയില് സ്പോർട്സ് ഒക്കെ പങ്കെടുത്തതിലൊക്കെ ഞാൻ ഫസ്റ്റ്, കാരണം 25 വയസ്സുള്ള കുട്ടിയോട് മത്സരിച്ചൊക്കെ തന്നെ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. ലിംനോട്സ് എന്റെ വലതുവശത്തെ ലിംനോട്സ് മാറ്റിയിട്ടുണ്ട്. അപ്പൊ കോളേജിലാണെങ്കിൽ ഷോർട്ട് പുട്ട് മത്സരത്തിലും സെക്കൻഡ് പ്രൈസ് വാങ്ങിച്ചു. അപ്പൊ അതൊരു വാശിയുടെ പേരിലായിരുന്നു. കാരണം എന്റെ കാലിന് തന്നെ ഇനി ഡോക്ടർ പറഞ്ഞ് ബലം കിട്ടുകയില്ല എന്ന് പറഞ്ഞു, SETയിലെ ഡോക്ടർ. അപ്പൊ എനിക്ക് അന്ന് ഒരു വാശി ഉണ്ടായിരുന്നു, ഒറ്റക്കാല് വൃക്ഷാസനത്തിൽ നിൽക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഇടത് കാല് മാത്രം അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സെന്ന് പറയുന്ന അതിശക്തമായിട്ടാണ്. ശരീര വൈകല്യമാണ് എന്റെ, വികലാംഗയാണ് ഞാൻ. പക്ഷെ എന്റെ മനസ്സിനോ എന്റെ ആത്മാവിനോ വികലാംഗത്വം വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. മാഡത്തിന്റെ കണക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ഒരുപക്ഷെ നമ്മളോടൊപ്പം, പ്രത്യേകിച്ച് ഒരു ക്യാൻസർ പോലുള്ള ഒരു മാരകരോഗം നമുക്ക് ഉണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെയും പല ആൾക്കാരും തകർന്നു പോവുകയാണ് പതിവ്. അങ്ങനെയുള്ള ആൾക്കാരോട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? കാരണം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ തളർന്നിട്ട് കാര്യമല്ല. ഒരു ചെളിയിലൂടെ കടന്നു പോകണം നമുക്ക്. അപ്പൊ എങ്ങനെയെങ്കിലും ചെളി പറ്റാതെ നമ്മൾ നടന്നു പോവുകയാണ് ചെയ്യാനുള്ളത്. അസുഖം എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാരുള്ള ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കുക. ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഭയന്നു കഴിഞ്ഞാൽ രോഗം മുഴുവനും ശരീരത്തിലേക്ക് വ്യാപിക്കാൻ ഇടയുണ്ട്. കാരണം എനിക്ക് സെക്കൻഡറി ആണ് വന്നത്, പക്ഷെ റൂട്ട് എവിടെയും ആയില്ല. നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക, ഹോസ്പിറ്റലിൽ പോവുക, ട്രീറ്റ്മെന്റ് എടുക്കുക. മറ്റത് ചിലപ്പോൾ മരണം സംഭവിക്കാം, ചിലപ്പോൾ വിജയിക്കാം. അത് നമ്മൾ വിധിക്ക് വിട്ടുകൊടുക്കുക. ഓക്കെ, മാഡത്തിന് എപ്പോഴെങ്കിലും ക്യാൻസർ രോഗത്തിനെ മാഡം കീഴ്പ്പെടുത്തി മാഡത്തിന്റെ മനസ്സ് ക്യാൻസർ സെല്ലുകളെ അല്ലെങ്കിൽ ക്യാൻസറിനെ പ്രതിരോധിച്ചു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതെ, എനിക്ക് കാണാം. ഇവര് സെക്കൻഡറി ആണ് എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ കുറച്ച് പ്രകൃതി ജീവനം, മെഡിറ്റേഷൻ, ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ രോഗത്തു നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം പല ആളുകളും എന്റെ അടുത്ത് വരുന്നു. പല ആളുകളും മരിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ഞാൻ ആരോഗ്യത്തോടു കൂടി ഒരു കുഴപ്പവും ഇല്ലാതെ ഞാൻ നടക്കുന്നത് എന്റെ ആത്മവിശ്വാസം കൊണ്ടാണ് എന്ന് എനിക്ക് എന്നതുപോലെ അറിയാം. നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറം നമ്മുടെ ഉള്ളിൽ ഒരു ആന്തരിക ശക്തിയുണ്ട്, 6ാം ഇന്ദ്രിയം എന്നൊക്കെ പറയുന്നത്. അത് ഈ പഞ്ചേന്ദ്രിയം അടക്കുമ്പോൾ ഈ 6ാം ഇന്ദ്രിയം ഉയരുകയും അതിശക്തിയാണ് നമ്മളിലേക്ക് പ്രവഹിക്കുകയും ചെയ്യുന്നത്. ആ ശക്തി കൊണ്ട് നമുക്ക് ഇതിനെല്ലാം തരണം ചെയ്യാനുള്ള കഴിവുണ്ടാകും. സാർ നമ്മോടൊപ്പം ഉണ്ട്. സാറിനോട് എന്താണ് സാറിന് മാഡത്തിന് സംസാരിക്കാനുള്ളത്? ഡോക്ടറോടാ? അതെ അതെ അതെ. എനിക്ക് പിന്നീട് പറയാനുള്ളത് ഇത് തന്നെയാണ്. കാരണം ഞാൻ ഇപ്പൊ അസുഖത്തിൽ നിന്ന് ഭേദപ്പെട്ടതിന് ശേഷം ഒരുപാട് പേർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ കൗൺസിലിംഗ് പഠിച്ചിട്ടുള്ള എല്ലാ പ്രസംഗത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് ഒരു പുസ്തകം ഇതിനെപ്പറ്റി എഴുതി, അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്, അനാമിയുടെ സുവിശേഷം. അത് ഒരുപാട് പേർക്ക് ആശ്വാസം പകർന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതുപോലെയുള്ള ആളുകൾക്ക് ഇതിന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളത് വളരെയേറെ ജീവിതത്തിൽ മുന്നേറിയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് വളരെയധികം നന്ദിയുണ്ട് മാഡം. മാഡത്തിന്റെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ചതിനും അതുപോലെ തന്നെ മാഡത്തിന് എല്ലാവിധ ആശംസകളും. ജീവിതത്തിൽ മുന്നേറുവാനും അതുപോലെ തന്നെ ക്യാൻസർ രോഗത്തിനെ മാഡത്തിന് കീഴ്പ്പെടുത്താൻ കഴിയും. അത് ജീവിതകാലം ഒരിക്കലും അതൊരു ശല്യമായി മാഡത്തിന്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മാഡം വളരെയധികം നന്ദിയുണ്ട് മാഡം നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഈ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ളത്, പ്രൊഫസർ ആശയുടെ ആ മാനസികമായിട്ടുള്ള വിൽ പവർ, സ്വയം ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസം നമ്മുടെ ഇത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി വന്നപ്പോൾ ഉള്ളിൽ നിന്ന് വന്ന ഒരു വലിയ ഒരു ആത്മീയ ശക്തി, ആ ശക്തിയെ നമ്മൾ മുതലെടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ജീവിതത്തിൻ്റെ ജീവിക്കുന്ന ഒരു ഉദാഹരണമായിട്ട് മറ്റുള്ളവർക്ക് ഈ ജീവിതം കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ള ഒരു വലിയ സംഗതി. ഇത് കവിഞ്ഞൊരു കൗൺസിലിംഗ് എന്തുവാ, പാചകവടിയല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് മറ്റുള്ളവരെ അറിയിക്കുക. അത് ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആണ്. അത് തുടരണം.
ഇത് തുടർന്ന് വളരെ കൂടുതൽ പേർക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓക്കെ, വളരെയധികം നന്ദിയുണ്ട് പ്രൊഫസർ ആശ കെ വക്കം മാഡത്തിന്. ചെമ്പഴന്തി കോളേജ്, തിരുവനന്തപുരം ചെമ്പഴന്തി കോളേജിലെ മലയാളം വിഭാഗം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പ്രൊഫസറും കൂടിയാണ്. മാഡത്തിന് എല്ലാവിധ ആശംസകളും ഹലോ ഡോക്ടറിൻ്റെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗത്തു നിന്നും നേരുന്നു. സാർ, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ വാക്കുകൾ കേട്ടാൽ തന്നെ ഒരുപക്ഷെ നമുക്ക് രോമാഞ്ചം ഉണ്ടാകും. ആ രീതിയിലാണ് അവരുടെ എത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും അവരുടെ വാക്കുകൾ നമുക്ക് വളരെയധികം പ്രചോദനം നൽകും. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട്. പക്ഷേ ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ അവരെ അറിയുന്നില്ല എന്ന് തന്നെ ഇരിക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രോഗ്രാമിലൂടെയൊക്കെ അവരെ ഇപ്പോൾ ഇങ്ങനെ പുതിയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്താൻ കഴിയുന്നതിലും ഹലോ ഡോക്ടർ എന്ന പ്രോഗ്രാമിന് വളരെയധികം നന്ദിയും കടപ്പാടുമുണ്ട്. അതുപോലെ തന്നെ സാർ, ഈ പ്രത്യേകിച്ച് ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം നമ്മുടെ കീഴ്പ്പെടുത്തും എന്നുള്ള രീതിയിൽ ഡോക്ടർമാർ പറയാവുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു ബൈപ്പാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് കയറിക്കൂടാ, അങ്ങനെ പല രീതിയിലുള്ള റെസ്ട്രിക്ഷനോട് കൂടിയായിരിക്കും ആ രോഗിയെ ആ ഡോക്ടർ അവിടെ നിന്ന് പറഞ്ഞു വിടുക. അപ്പോൾ അതൊക്കെ എത്രത്തോളം നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും? അതിന് പറ്റിയ ഒരാളിവിടെ ഉണ്ട്, KJ പുന്നത്ര. അദ്ദേഹം LICയുടെ ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തയാളാണ്. അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ ഒരിടത്തും അടങ്ങിയിരിക്കത്തില്ല. ഭാര്യയുമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കുക, സാധാരണക്കാർ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് മലയാറ്റൂരിൽ അവർ പോയി, മലയാറ്റൂർ ഭാര്യ പറഞ്ഞു, അയ്യോ വേണ്ട, നിങ്ങൾ വരണ്ട, ഞങ്ങൾ കയറാം. പുള്ളിക്കാരനെ അവിടെ കയറി ഇല്ലെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടാ പുന്നത്ര എടുത്ത് വെപ്പുണ്ട്. അതുപോലെ നോക്കി ചെയ്യുന്ന അങ്ങനത്തെ അദ്ദേഹത്തിനോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രയാസം വന്നതും എങ്ങനെ അഭിമുഖീകരിച്ചു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ സഹായിച്ചതും എല്ലാം കൂടെ നമുക്കൊരു 4-5 വാചകങ്ങൾ കേൾക്കാം. അതെ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് സാറിൻ്റെ പേഴ്സണൽ കാര്യം എന്ന് ചോദിക്കട്ടെ. സാർ ഒരു പക്ഷേ നിങ്ങൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കുട്ടിക്കാലത്ത്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ സാറിൻ്റെ പ്രോഗ്രാം നമ്മൾ വളരെയേറെ ആകാംക്ഷയോടെ കണ്ടിട്ടുണ്ട്. വളരെ നാളായിട്ട് സാറ് മീഡിയയിൽ കാണുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് വളരെയധികം പേഷ്യൻസിനെ നോക്കിയിട്ടുള്ള ആളാണ്. സാറിനൊരു പ്രത്യേക കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു പരിധിവരെ എന്ന് നോക്കാം വളരെയധികം പ്രോഗ്രാമിലൊന്നും സാർ ഒരുപക്ഷെ പ്രത്യക്ഷപ്പെടാറില്ല. എന്നിരുന്നാൽ തന്നെയും സാറിൻ്റെ സജീവ സാന്നിധ്യം ഇന്നും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലുണ്ട്. ഇങ്ങനെയുള്ള സാറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങൾ സാറിനെ അലട്ടിയപ്പോൾ സാറിന് ഇത് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റി? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് നടപ്പിന് കുറച്ചൊരു പ്രയാസം ഉണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെയാണ്. അപ്പോൾ അതിനെ ഒരു തമാശ രൂപത്തിലെടുക്കുക എന്നുള്ള ആദ്യം. പിന്നെ ഡോക്ടേഴ്സിനെ പോയി കണ്ട്, ന്യൂറോളജിസ്റ്റിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ അവരെന്നോട് വളരെ സ്നേഹപൂർവ്വം പറഞ്ഞു, ഡോക്ടർ ഇതിൽ കൂടുതൽ നമുക്ക് വലിയ ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാറില്ല, ഇതൊക്കെയാണ് മാക്സിമം. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിച്ചു. ഇനിയും ഇതെല്ലാം എനിക്ക് ഓടിച്ചാടി നടക്കണം എന്നുള്ള ആ ഒരു രീതിയേ ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാവുന്ന ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും എല്ലാം ഇന്ന് മുതൽ പല നാളുകളായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പിന്നെ മാനസികമായിട്ട് എനിക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ ട്രീറ്റ്മെൻറ്റ് രോഗികളെ ചികിത്സിക്കുന്ന രീതി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്സ്റ്റെയറിലൊക്കെ കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. ഇതൊരു രോഗമായിട്ട് അല്ലെങ്കിൽ ഒരു ആവശ്യതയായിട്ട് ഞാൻ കണക്കാക്കുന്നേ ഇല്ല. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വിജയം. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അതീതമായിട്ട് ഒരു വലിയ ശക്തി, ലോകം മുഴുവൻ വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ട്. ആ ശക്തിയുടെ ഒരു ഭാഗമാണ് ഞാൻ.